ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമ്മൾ പലരും അശ്രദ്ധമായി ചെയ്യുന്ന ചില പ്രഭാതശീലങ്ങളെക്കുറിച്ചാണ്. ഭാരതീയ ഇതിഹാസങ്ങളിൽ തന്ത്രങ്ങളുടെ തമ്പുരാനായ ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞുവെച്ചിട്ടുള്ള ചില ജീവിത പാഠങ്ങളുണ്ട്. ഒരാളുടെ വിജയം തുടങ്ങുന്നത് അയാൾ എങ്ങനെ ഉണരുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ കണ്ണാടി നോക്കുന്നതിലൂടെ നമുക്കെന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ചാണക്യൻ അത് വിലക്കിയത്? പകരം നമ്മൾ എന്താണ് കാണേണ്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടാത്തവരുണ്ട്. അകാരണമായി വിഷമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രഭാതങ്ങളിലെ ചെറിയ പിഴവുകളാകാം അതിന് കാരണം. അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെയുണ്ടാവുക. ഇതൊരു സാധാരണ വീഡിയോ അല്ല. ചാണക്യനീതിയുടെ ഏടുകളിൽ നിന്നുള്ള അപൂർവമായ അറിവുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമുക്ക് വൈകിക്കാതെ വിഷയത്തിലേക്ക് കടക്കാം. പ്രഭാതവും നമ്മുടെ ഉപബോധ മനസ്സും. സുഹൃത്തുക്കളെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രീയ സത്യമുണ്ട്. പ്രഭാതമെന്നത് ഒരു ദിവസത്തിന്റെ വെറുമൊരു തുടക്കമല്ല, അതൊരു പുതിയ ജന്മമാണ്. നിങ്ങൾ രാവിലെ കണ്ണു തുറക്കുന്ന ആ ആദ്യത്തെ 30 മിനിറ്റ് നിങ്ങളുടെ മനസ്സ് ഏറ്റവും ശക്തിയുള്ള ഒരവസ്ഥയിലായിരിക്കും. ഇതിനെ നമ്മൾ ആൽഫ സ്റ്റേറ്റ് എന്നു പറയും. ഈ സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡ് ഒരു തുറന്ന പുസ്തകം പോലെയാണ്. നിങ്ങൾ എന്തു കണ്ടാലും, എന്തു കേട്ടാലും, എന്തു ചിന്തിച്ചാലും അത് 10 മടങ്ങ് ശക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. ചാണക്യൻ തന്റെ ശിഷ്യന്മാരോടെപ്പോഴും പറയുമായിരുന്നു, ഒരു രാജ്യം പിടിച്ചടക്കുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം മനസ്സിനെ രാവിലെ തന്നെ പിടിച്ചടക്കുക എന്നതാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് തികഞ്ഞ ഉന്മേഷത്തോടെയും പോസിറ്റീവ് എനർജിയോടെയുമാണെങ്കിൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് മലകളെപ്പോലും മറിക്കാനുള്ള ആത്മവിശ്വാസമുണ്ടാകും. മറിച്ച് രാവിലെ തന്നെ നിരാശയും ദേഷ്യവും അലസതയുമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ തൊടുന്നതെല്ലാം പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് അലാറം അടിച്ച ഉടനെ നമ്മൾ ചാടി എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ ഉടനെ മൊബൈൽ ഫോൺ നോക്കുന്നു. അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ കണ്ണാടിക്കു മുൻപിൽ പോയി നിൽക്കുന്നു. ആചാര്യ ചാണക്യന്റെ നീതിശാസ്ത്രമനുസരിച്ച് ഐശ്വര്യവും സമ്പത്തും ആഗ്രഹിക്കുന്ന ഒരാൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കണ്ണാടി നോക്കുക എന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. സ്വന്തം മുഖം നോക്കുന്നതിൽ എന്താണിത്ര തെറ്റ് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇതിനു പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖം സാധാരണഗതിയിൽ ക്ഷീണിച്ചതായിരിക്കും. മുടി അലങ്കോലമായി കിടക്കുന്നുണ്ടാകും. കണ്ണുകൾ വീങ്ങിയിരിക്കും. ആ സമയത്ത് കണ്ണാടിയിൽ സ്വന്തം രൂപം കാണുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, നീ സുന്ദരനല്ല, അല്ലെങ്കിൽ നിനക്ക് വയ്യ, നീ ക്ഷീണിതനാണ് എന്ന്. ഈ ഒരു നെഗറ്റീവ് ചിന്ത ആ നിമിഷം തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. ദിവസം മുഴുവൻ എനിക്കെന്തോ കുറവുണ്ട് എന്ന തോന്നൽ നിങ്ങളെ വേട്ടയാടും. കൂടാതെ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് പ്രഭാതമെന്നത് അഹന്തയെ വെടിഞ്ഞ് പ്രപഞ്ചശക്തിക്കു മുൻപിൽ സമർപ്പിക്കേണ്ട സമയമാണ് എന്നാണ്. കണ്ണാടി എന്നത് നമ്മുടെ ഞാൻ എന്ന ഭാവത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തെയോ പ്രകൃതിയെയോ വണങ്ങുന്നതിനു മുൻപ് സ്വന്തം രൂപത്തിലേക്ക് നോക്കുന്നത് സ്വാർത്ഥതയിലേക്കും അഹങ്കാരത്തിലേക്കും നയിക്കും. അതാ ദിവസത്തെ മുഴുവൻ കർമ്മങ്ങളെയും ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, നാളെ രാവിലെ മുതൽ എഴുന്നേറ്റ ഉടനെ കണ്ണാടി നോക്കുന്ന ശീലം ദയവായി ഉപേക്ഷിക്കുക. അത് നിങ്ങളെ നിങ്ങളറിയാതെ തന്നെ പുറകോട്ട് വലിക്കുന്നുണ്ട്. കരദർശനം, വിജയത്തിലേക്കുള്ള താക്കോൽ, ദ പോസിറ്റീവ് ഓൾട്ടർനേറ്റീവ്. അങ്ങനെയെങ്കിൽ കണ്ണാടിക്ക് പകരം നമ്മൾ എന്താണ് കാണേണ്ടത്? എന്തിലേക്കാണ് നമ്മുടെ ആദ്യത്തെ നോട്ടം പതിയേണ്ടത്? ഇതിന് ചാണക്യനീതിയിലും നമ്മുടെ ഋഷീശ്വരന്മാരും നൽകുന്ന മറുപടി ഒന്നേയുള്ളൂ: കരദർശനം. രാവിലെ കണ്ണ് തുറന്ന കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുൻപ് തന്നെ സാവധാനം എഴുന്നേറ്റിരുന്ന് നിങ്ങളുടെ 2 ഉള്ളം കൈകളും ചേർത്തു പിടിച്ച് ആ കൈകളിലേക്ക് നോക്കുക. ഇത് വെറുമൊരു ആചാരമല്ല സുഹൃത്തുക്കളെ, ഇത് വിജയത്തിലേക്കുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ കർമ്മശേഷിയിരിക്കുന്നത്. ചാണക്യൻ കർമ്മത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ ഗുരുവാണ്. വിധിയെന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കാൻ അദ്ദേഹം ആരെയും അനുവദിച്ചിരുന്നില്ല. സ്വന്തം കൈകൾ കൊണ്ട് വിധിയെ തിരുത്തിയെഴുതുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഈ സമയത്ത് ചൊല്ലേണ്ട വളരെ ശക്തിയുള്ള ഒരു മന്ത്രമുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ഊർജം ലഭിക്കും. കരാഗ്രേ വസതേ ലക്ഷ്മി,
കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം. ഇതിന്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. കരാഗ്രേ വസതേ ലക്ഷ്മി, കൈവിരലുകളുടെ തുമ്പിൽ സമ്പത്തിന്റെ ദേവിയായ ലക്ഷ്മി വസിക്കുന്നു. ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നത് വിരൽ തുമ്പുകൾ കൊണ്ടാണ്. പണമെണ്ണുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം വിരലുകൾ കൊണ്ടാണ്. അവിടെ ലക്ഷ്മി വസിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുമ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ എനിക്ക് സമ്പത്ത് വരും എന്ന വിശ്വാസം നമ്മളിൽ ഉറയ്ക്കുന്നു. കരമധ്യേ സരസ്വതി, ഉള്ളം കൈയുടെ നടുവിൽ അറിവിന്റെ ദേവിയായ സരസ്വതി വസിക്കുന്നു. പണം മാത്രം പോരാ, അത് നേടാനുള്ള അറിവും വിദ്യയും നമുക്ക് വേണം. കരമൂലേ സ്ഥിതേ ഗൗരി, അതായത് കൈകളുടെ അടിഭാഗത്ത്, അതായത് കൈത്തണ്ടയോട് ചേർന്ന് ശക്തിസ്വരൂപയായ ഗൗരി അല്ലെങ്കിൽ ഗോവിന്ദൻ വസിക്കുന്നു. പണവും അറിവും ഉണ്ടായാൽ മാത്രം പോരാ, പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തിയും ധൈര്യവും നമുക്ക് വേണം. രാവിലെ എഴുന്നേറ്റ് സ്വന്തം കൈകളിലേക്ക് നോക്കി ഈ ശ്ലോകം ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ഈ അർത്ഥം മനസ്സിൽ വിചാരിക്കുമ്പോൾ, നിങ്ങൾ പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കുകയാണ്, എന്റെ ജീവിതം എന്റെ കൈകളിലാണ്. സമ്പത്തും അറിവും ശക്തിയും എന്റെ കൈകളിലുണ്ട്. ഇന്ന് ഞാനത് ഉപയോഗിക്കും. ഇത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ 1000 മടങ്ങ് പോസിറ്റീവ് എനർജി സ്വന്തം കൈകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഒഴിവാക്കേണ്ട മറ്റു കാഴ്ചകൾ. തിങ്സ് ടു അവോയ്ഡ്. കണ്ണാടി മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മുടെ കണ്ണിനു മുൻപിൽ വരാൻ പാടില്ലാത്ത വേറെയും ചില കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവ നമ്മുടെ വീടുകളിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 1. ഉടഞ്ഞ വസ്തുക്കളും വൃത്തിഹീനമായ അന്തരീക്ഷവും. രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് പൊട്ടിയ ജനൽ ചില്ലുകളോ നിലച്ചുപോയ ഘടികാരമോ അല്ലെങ്കിൽ തലേ ദിവസത്തെ പാത്രങ്ങൾ കഴുകാതെ കൂട്ടിയിട്ടിരിക്കുന്നതോ ആണെങ്കിൽ അത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. ചാണക്യൻ പറയുന്നു, വൃത്തിഹീനമായ സ്ഥലത്ത് ലക്ഷ്മീദേവിക്ക് വസിക്കാൻ കഴിയില്ല. പൊട്ടിയ വസ്തുക്കൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു. അത് നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കുന്നത് ഉത്തമമാണ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് വൃത്തിയുള്ള പോസിറ്റീവായ ഒരിടത്തേക്കായിരിക്കണം. 2. വന്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ. ചിലരുടെ ബെഡ്റൂമിൽ അലറുന്ന സിംഹത്തിന്റെയോ യുദ്ധം ചെയ്യുന്ന മൃഗങ്ങളുടെയോ ചിത്രങ്ങളുണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ ഫോണിൽ നമ്മൾ കാണുന്നത് എന്തെങ്കിലും അടിപിടിയുടെയോ അക്രമത്തിന്റെയോ വാർത്തകളാകാം. ഇത് വരാൻ പോകുന്ന ദിവസത്തെ കലഹങ്ങളിലേക്കും ദേഷ്യത്തിലേക്കും നയിക്കും. ചാണക്യൻ പറയുന്നു, രാവിലെ കാണുന്ന ദൃശ്യത്തിന്റെ സ്വഭാവം അന്നത്തെ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും. എന്നാണ്. ക്രൂരമായ ദൃശ്യങ്ങൾ മനസ്സിന്റെ ശാന്തത കളയുന്നു. പകരം ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങളോ ഓടുന്ന കുതിരകളോ വിജയത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങളോ കാണാൻ ശ്രമിക്കുക. 3. ശൂന്യമായ പാത്രങ്ങൾ. പണ്ടുകാലത്ത് കാരണവന്മാർ പറയുമായിരുന്നു, രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ശൂന്യമായ പാത്രങ്ങൾ കാണരുതെന്ന്. ഇത് ചാണക്യനീതിയുമായി ബന്ധപ്പെട്ടതാണ്. ശൂന്യത എന്നത് ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു. രാവിലെ തന്നെ ഇല്ലായ്മയെ കാണുന്നത് അന്നത്തെ ധനലാഭത്തെ തടയും. അതുകൊണ്ട് അരിപ്പാത്രത്തിലോ വെള്ളപ്പാത്രത്തിലോ എപ്പോഴും എന്തെങ്കിലും നിറച്ചുവെക്കാൻ ശ്രദ്ധിക്കുക. നിറഞ്ഞ പാത്രങ്ങൾ കാണുമ്പോൾ മനസ്സിനും ഒരു നിറവനുഭവപ്പെടും. എനിക്ക് ആവശ്യത്തിനുള്ളത് എന്റെ പക്കലുണ്ട് എന്ന തോന്നൽ അത് നൽകും. ചാണക്യന്റെ ദിനചര്യയും ജലത്തിന്റെ പ്രാധാന്യവും. കാഴ്ചകൾക്കപ്പുറം പ്രവൃത്തികളിലും ചില ചിട്ടകൾ ചാണക്യൻ നിർദ്ദേശിക്കുന്നുണ്ട്. സൂര്യോദയത്തിന് മുൻപുണരാത്തവൻ ജീവിതത്തിൽ ഒരിക്കലും രാജാവാകില്ല. ഇത് ചാണക്യന്റെ വളരെ പ്രശസ്തമായ ഒരു വരിയാണ്. മൗനം, സൈലൻസ് ഈസ് പവർ. എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇന്നത്തെ കാലത്ത് മിക്കവരും എഴുന്നേറ്റ ഉടനെ ഫോണെടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് ഉറക്കെ സംസാരിക്കാനോ തുടങ്ങും. ചിലപ്പോൾ പരാതികളായിരിക്കും പറയുന്നത്. ഇത് വലിയൊരു തെറ്റാണ്. ചാണക്യൻ പറയുന്നു, പ്രഭാതത്തിൽ അല്പനേരം മൗനം പാലിക്കുക. എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ ഊർജം സംസാരത്തിലൂടെ കളയരുത്. ആദ്യത്തെ 10-15 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. പ്രകൃതിയുടെ ശബ്ദം കേൾക്കുക. കിളികളുടെ ഒച്ച, കാറ്റിന്റെ ശബ്ദം. ഇത് നിങ്ങളുടെ മനസ്സിന് കൂർമ്മത നൽകും. ചിന്തകൾക്ക് വ്യക്തത വരാൻ ഈ മൗനം സഹായിക്കും. ആസൂത്രണം, ഡെയിലി പ്ലാനിംഗ്. മൗനമായിരിക്കുന്ന ആ സമയത്ത് അന്നത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക. ലക്ഷ്യമില്ലാത്ത യാത്ര എങ്ങുമെത്തില്ല. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം?
എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണ്? ഇന്നെന്തൊക്കെ തടസ്സങ്ങൾ വരാം? ഇതിനൊരുത്തരം കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ. രാവിലെ തന്നെ കൃത്യമായ പ്ലാനിംഗ് ഉള്ള ഒരാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ജലം, ജീവന്റെ അമൃതം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെള്ളമാണ്. എഴുന്നേറ്റ ഉടനെ വായ കഴുകി ശുദ്ധമായ ജലം കുടിക്കുന്നത് അമൃതിന് തുല്യമാണ്. ചാണക്യന്റെ കാലത്ത് ആയുർവേദ പ്രകാരം ഇത് ഉഷഃപാന ചികിത്സയായിരുന്നു. എന്നാൽ ഇതിലൊരു ആത്മീയ വശം കൂടിയുണ്ട്. ജലം എന്നത് പോസിറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്ന ഒന്നാണ്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്ത് ഈ ജലം എന്റെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ശാന്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കുടിക്കുക. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തുപോകുന്നതിനൊപ്പം മനസ്സിലെ വിഷമങ്ങളും കഴുകിപ്പോകുന്നതായി സങ്കൽപ്പിക്കുക. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സിരിക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. ചാണക്യനീതി എന്നത് വെറും പഴയ കഥകളല്ല, അത് ജീവിത വിജയത്തിനുള്ള പ്രായോഗികമായ വഴികളാണ്. നാളെ രാവിലെ മുതൽ എഴുന്നേറ്റ ഉടനെ കണ്ണാടി നോക്കി സ്വന്തം കുറവുകൾ കണ്ട് സമയം കളയരുത്. അതിനു പകരം സ്വന്തം ഉള്ളം കൈകൾ നോക്കി എന്റെ വിധി എന്റെ കൈകളിലാണ് എന്ന് വിശ്വസിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് മുറി വൃത്തിയാക്കി വെക്കുക. രാവിലെ പൊട്ടിയതോ നെഗറ്റീവായതോ ആയ കാഴ്ചകൾ കാണാതെ ശ്രദ്ധിക്കുക. എഴുന്നേറ്റ ഉടനെ അല്പനേരം മൗനമായിരുന്ന് അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുക. നന്ദിയുള്ളവരായിരിക്കുക. ഇങ്ങനെയൊരു ദിവസം കൂടി ജീവിക്കാൻ അവസരം തന്ന പ്രപഞ്ചത്തിന് നന്ദി പറയുക. ഈ ചെറിയ മാറ്റങ്ങൾ കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം. എന്നാൽ തുടർച്ചയായി 21 ദിവസം നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. നിങ്ങളുടെ മുഖത്തെ പ്രകാശം വർദ്ധിക്കും, കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം കൂടും, തടസ്സങ്ങൾ ഓരോന്നായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓർക്കുക, മാറ്റം തുടങ്ങേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. നിങ്ങളുടെ പ്രഭാതം മാറിയാൽ നിങ്ങളുടെ ജീവിതം മാറും. സുഹൃത്തുക്കളെ, ചാണക്യനീതിയെ ആസ്പദമാക്കിയുള്ള ജീവിതഗന്ധിയായ ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം നല്ല അറിവുകൾ പങ്കുവെക്കുന്നത് ഒരു പുണ്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് നാളെ മുതൽ ഞാൻ എന്റെ പ്രഭാതം മാറ്റാൻ തയ്യാറാണ് എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഐ ആം റെഡി എന്ന് ധൈര്യമായി കമന്റ് ചെയ്യുക.